അസ്സലാമലൈക്കും. എ ടു സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡബിൾ ഫ്ലയറുള്ള ഫ്രോക്കാണ് ചെയ്യണത്. അപ്പോൾ അതെങ്ങനെ നോക്കട്ടോ. പൊതുവെ ഇതിൽ ഫ്ലെയർ കട്ടിൽ ഡബിൾ ഫ്ലെയർ ചെയ്ത് കാണിച്ചിട്ടില്ല, സിംഗിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യില്ല. അപ്പോൾ ഒന്ന് ഡബിൾ ഫ്ലെയറിൽ എങ്ങനെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റമർതാണ്. ഇവർക്ക് ലെങ്ത്ത് 45 ആയിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ 1.5 കൂട്ടുക ചെയ്യണത്. അപ്പം 46 കേട്ടോ. 40 അവരെ യോക്ക് ലെങ്ത്ത് 14 14 നമ്മൾ മൈനസ് ചെയ്തിട്ട് നമ്മൾ 45 പ്ലസ് 1.5 46 നോക്കുന്നത്. അപ്പോൾ അതിന് മാത്രം സേവ് ചെയ്ത് കണ്ടാണ് നമ്മൾ ഈ ക്ലോത്തിനെ മടക്കിയിട്ടുള്ളത്. ആദ്യം 2 മടക്കി, എന്നിട്ട് അത് മടക്കി. ഓക്കെ, 4 മടക്കിലാണ് ഇപ്പോൾ ഇത് ഓൾറെഡി ഇരിക്കുന്നത്. 8 അവരെ ഇവിടുത്തെ ചുറ്റളവ് ഷേപ്പിൻ്റെ ചുറ്റളവിനെ 8 ഭാഗമാക്കിയിട്ട് വേണം ഇവിടെ മാർക്ക് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ 46 നമ്മൾ 14 മൈനസ് ചെയ്യുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 46 വരുന്നത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ 14 മൈനസ് ചെയ്യുമ്പോൾ 8 അവർക്ക് 25ആണ്. 25ൻ്റെ 8 ഭാഗം, 25ൻ്റെ 4 ഭാഗമാകുമ്പോൾ 6.25 ഉണ്ടാവും. 6.25ൻ്റെ പകുതിയാക്കുക. അപ്പോൾ 3.1 ഉണ്ടാവും. ഇവിടെ 3.1 എവിടെ വരുന്നത് നോക്കുക. ഓക്കെ, അപ്പം നമ്മളൊരു 3 മാർക്ക് ചെയ്യുക കേട്ടോ. അത് തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്ന ക്ലോത്താണ്. ഒരു 3 മാർക്ക് ചെയ്തു. എന്നിട്ട് ഇതിൽ നമ്മൾ 14 മൈനസ് ചെയ്യുക ചെയ്യണത്. ഓക്കെ, ടാപ്പിൽ എവിടെ 14 വരുന്നത് നോക്കുക. എന്നിട്ട് 14 45 പ്ലസ് 1.5 46 കേട്ടോ. അപ്പോൾ ഇതേപോലെ 2 തുണിനെടുക്കണം കേട്ടോ. ഒരു തുണി മാത്രമല്ല, 46. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയുള്ളത് നോക്കുക. 37. അപ്പോൾ ഇവിടെ 37ആണ്, ഇവിടെ 37ആണ്. അപ്പോൾ ഇത് യോക്ക് വരുന്നതുകൊണ്ടാണ് ഇത്ര ലെങ്ത്ത് കുറവായിട്ട് ചെയ്യുന്നത്. 14 ഇഞ്ചിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, യോക്ക് മൈനസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ ഡബിൾ ഫ്ലെയർ ആയത് കാരണം എത്രത്തോളം മേലോട്ടാണ് ഇത് കട്ടിങ് വരുന്നത്, താഴോട്ട് കട്ടിങ് വരില്ല. ഇത് ഡബിൾ ഫ്ലെയർ അല്ല എന്നുണ്ടെങ്കിൽ, സിംഗിൾ ഫ്ലെയർ ആണെന്നുണ്ടെങ്കിൽ 6.25 ഇവിടെയാണ് വരിക. പക്ഷേ ഇത് ഡബിൾ ആയതുകൊണ്ട് 3 നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 ഭാഗമാണ്. അവരെ ഷേപ്പ് റൗണ്ട് 25ആണ്. 25ൻ്റെ 8 ഭാഗമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ അടിവശത്തെ ഈ റൗണ്ടാണ് കറക്റ്റ് ചെയ്യേണ്ടത്. അതിന് ശേഷമാണ് നമ്മൾ യോക്കും കൈയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒന്ന് തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈയും യോക്കൊക്കെ ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്ലെയർ നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അല്ലെങ്കിൽ പീസ് ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണ് ഇങ്ങനെ ആദ്യം തന്നെ താഴ്ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതേപോലെ ഇവിടെ എടുക്കട്ടോ. അപ്പോൾ ഒരു പീസായി. ഇനി ഇതേപോലത്തെ ഒരു പീസും കൂടെ എടുക്കണം കേട്ടോ. അത് നമ്മൾ ആദ്യം 2 മടക്കി, എന്നിട്ട് വീണ്ടും മടക്കി. ഓക്കെ, അപ്പോൾ ഇത് ഒരു വശത്തേക്ക് ഇപ്പം ഇതുണ്ടാവുള്ളൂ, ഇത് 2 വശത്തേക്ക് ഉണ്ടാവില്ല. അപ്പം നെക്സ്റ്റ് പീസുമെന്നാണ് മറുവശം കാണേണ്ടത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് രണ്ടാമത്തെ പീസും കട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇവിടെ മുകൾ ഭാഗത്ത് നമ്മൾ 8 ഭാഗമാണ് ചെയ്തത്. ഇത് ഡബിൾ ഫ്ലെയർ ആണ് കേട്ടോ. കാണിക്കാം. ഒരു പീസ് ഇത് മുൻവശത്തേക്ക് വരുന്ന പീസാണ്. മുൻഭാഗത്ത് മാത്രം, ഇത് ബാക്ക് വശത്തേക്കും ഉണ്ടോ. ഇത് രണ്ടും കൂടി യോജിപ്പിച്ചിട്ടാണ് നമ്മൾ യോക്കിന് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ഫ്ലെയർ, അത്യാവശ്യം നല്ല ഫ്ലെയർ കിട്ടും. അപ്പോൾ ഡബിൾ ഫ്ലെയർ എടുക്കൽ എങ്ങനെയാണെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളെ കാണിച്ചത്. ഇനി നമ്മൾ അവർക്ക് കയ്യും യോക്കും ഇടുമ്പോൾ നിൽക്കുക കേട്ടോ.
കേട്ടോ. അപ്പോൾ പൊതുവെ നമ്മൾ ഈ ഭാഗത്താണ്, ഓപ്പൺ ഇല്ലാത്ത ഭാഗത്താണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തത്. നമ്മൾ ഇവിടെ നിന്നാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബാക്കിൽ ഓപ്പൺ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ 4 ഇഞ്ച് ഓപ്പണിന് വേണ്ടി പുറത്തോട്ട് ഇട്ടിട്ട് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 7 ഇഞ്ചാണ് അവരെ ഷോൾഡർ. ആംഹോൾ 5.5 ഇഞ്ചാണ്. ചെസ്റ്റ് 9.5 കേട്ടോ. പിന്നെ ഷേപ്പ് 6.5 6.5 1.5 ഇഞ്ച് തുമ്പിടുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ മേലക്ക്. പിന്നെ അവർക്ക് വീനക്ക് മതി. നെക്ക് 6.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ 5 ഇഞ്ചാണ് വിടുത്ത്. അപ്പോൾ 2.25 4 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുക. ഇതിൽ നിന്ന് ഇതിലേക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ ഈ കട്ട് ചെയ്യുക. പിന്നെ നമ്മൾ ബാക്ക് നെക്ക് ഇവിടെ വരച്ചു കൊടുക്കുക. വരച്ചിട്ട് 3.5 ഇഞ്ചാണ് ലെങ്ത്ത് കൊടുക്കണം കേട്ടോ. ആ 3.5 ഇഞ്ച് ഇവിടെയും കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതേ അളവിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ കൈയെടുക്കുക. കൈയിൻ്റെ ലെങ്ത്ത് 12ഉം മുകൾ ഭാഗത്ത് ഞെറിവാണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണക്കിലെടുത്തിട്ടാണ് നമ്മൾ വീതി കൂട്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ആംഹോളിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കും കേട്ടോ. ആംഹോള് 5.5 ഇല്ലായിരുന്നു. അപ്പോൾ 11 എടുക്കുക. ഇതിൻ്റെ വിഡ്ത്ത് 11 എടുക്കുക കേട്ടോ. 12ഉം 1 13 1 ഇഞ്ച് തുമ്പ് മതി. ലൈനിങ് വെക്കാനുള്ളതാണ്. 1 ഇഞ്ച് തുമ്പ്. പതിനൊന്ന് 5.5 11 വിഡ്ത്ത്. പിന്നെ ഇവിടെ 4 ഇഞ്ച് ഷേപ്പിന് കൊടുക്കുക കേട്ടോ. 4 ഇഞ്ച് കൊടുത്തിട്ട് ഇതേപോലെ ഷേപ്പ് ചെയ്യാം. പിന്നെ താഴ്ഭാഗത്ത് റൗണ്ട് 9.5 പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 9.5 ആകുമ്പോൾ 4.25 1 ഇഞ്ച് തുമ്പ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ കയ്യിൻ്റെ ഷേപ്പ് നോക്കിക്കാണെങ്കിൽ കൈ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇങ്ങനെ ഞെറിവ് കൊടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ സാധാ കൈക്കുഴിൻ്റെ ലെവൽക്ക് വരും.
ഇത് മുകൾ ഭാഗത്തു നിന്നാണ് നമ്മൾ ഞൊറിവ് ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. നെക്കൊക്കെ ഇതുമ്പോൾ തന്നെ കട്ട് ചെയ്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സ്റ്റിച്ചിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ 6 മാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട്. ചുരിദാർ, മാക്സി, ബ്ലൗസ്, ഫ്രോക്ക്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണോ ഡൗട്ട്, ഏതാണോ മോഡൽ വേണ്ടത് അതൊക്കെ പഠിപ്പിക്കും. 500 രൂപ അഡ്മിഷൻ ഫീ അടച്ചാൽ മതി. 6 മാസം വരെ, 6 മാസം കഴിഞ്ഞിട്ടും ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. പിന്നെ പാൻറ്റ്, ഷർട്ട്, കോട്ട്, സ്കേർട്ട് ഉണ്ട്. പിന്നെ ആരി വർക്ക് ഉണ്ട്. ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 80 86 52 49 49 പറഞ്ഞ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പിന്നെ എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം, എല്ലാവർക്കും കട്ട് ചെയ്യാൻ പേടിയാണ്. കോൺഫിഡൻറ്റ് ഉണ്ടായി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ള ക്ലാസ്സാണ് നമ്മൾ തരുന്നത്. മിക്ക ആൾക്കാർക്കും മെഷർമെൻറ്റ് അറിയാത്തതിൻ്റെ പേരിലാണ് കോൺഫിഡൻറ്റ് ഇല്ലാതെ പോണത്. അപ്പോൾ കോൺഫിഡൻ്റായി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് തരിക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കോൺടാക്ട് ചെയ്യുക. നല്ല മികച്ചൊരു ക്ലാസ് നമ്മൾ തരും. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.